നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. അതായത് നമുക്കറിയാം ഒരുപാട് പേര് രണ്ട് കുട്ടികളുടെയും ഈ പറയുന്നതിൻ്റെയും ഇടയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട് നമുക്കറിയാം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഓവർ കെയറിങ് അല്ലെങ്കിൽ ഓവർ പാമ്പറിങ് കാരണം കുട്ടികളുടെ സ്പോയിലായി പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ പാരൻറ്റിങ് ചെയ്യാൻ പറ്റാതെ വരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ ഗ്രാൻഡ് പേരൻസിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമുക്കറിയാം, നമ്മൾ കാണുന്നതാണല്ലോ സ്ഥിരം പല ടൈപ്പിലുള്ള ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ അമ്മമാരായി കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയണ്ടാവില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ അഡ്വാൻറ്റേജ് എടുത്തിട്ട് നമ്മളാണ് സുപ്പീരിയേഴ്സ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞാൻ എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ വളർത്തി, അല്ലെങ്കിൽ ഞാൻ ഇത്ര മക്കളെ വളർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം കൂടെ ഏറ്റെടുക്കുന്ന കുറേ പേരൻസ് ഉണ്ട്, ഗ്രാൻഡ് പേരൻസ്. പിന്നെ അതല്ലാതെ കുറച്ച് പേര് സ്നേഹം കൊണ്ട്, അതായത് മക്കളോടുള്ള അതേ സ്നേഹം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊച്ചുമക്കളോടുള്ളത് കൊണ്ട് ഓവർ പാമ്പറിങ്ങും ഓവർ കെയറിങ്ങും ഒക്കെ ആയി പോകുന്ന കുറേ പേരൻസ് ഉണ്ട്. പിന്നെ അറിവില്ലായ്മ കൊണ്ട് മാത്രം ചെയ്തു പോകുന്ന കുറച്ച് പേരുണ്ട്. അപ്പം ഇതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്കാരെ നമുക്ക് ചില രീതിയിലെങ്കിലും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. ആദ്യം പറഞ്ഞ ആൾക്കാരെ നമുക്ക് ഒരു തരത്തിലും തിരുത്താൻ പറ്റിയെന്ന് വരില്ല. അതായത് അവരുടെ സുപ്പീരിയോറിറ്റി, അതായത് ഏജ് വെച്ചിട്ട് ഞാനിത് കുറേ കണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ കുറേ വളർത്തിയതാണ് എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് ഗ്രാൻഡ് പേരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ നമുക്ക്, നമ്മുടെ പേരൻസ് ആണല്ലോ ഗ്രാൻഡ് പേരൻസ് നമ്മൾ പറയുന്നത്, അപ്പോൾ അവരെ നമുക്ക് ഒരു തരത്തിലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ മിക്കവരും തന്നെ ഇത് പറയുമ്പോൾ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിനെ ചിലപ്പോൾ നമുക്ക് പറഞ്ഞ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയെന്ന് വന്നേക്കാം. പക്ഷേ ഇൻലോസിനെയാണ് കൂടുതൽ പേർക്കും ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ലാത്ത. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം കുഞ്ഞുണ്ടായി വരുമ്പോൾ തൊട്ടിട്ട് തുടങ്ങുക കേട്ടോ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഉണ്ടായി ഒന്ന് ഇച്ചിരി ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ കണ്ണ് എഴുതിക്കണം, അവിടെ ഇവിടെയെല്ലാം മൊത്തത്തിൽ വരച്ചു വെക്കേണ്ടത് ഗ്രാൻഡ് പേരൻസിൻ്റെ വലിയ ആവശ്യമാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് കണ്ണ് കിട്ടും, ഇവിടെ നിന്ന് കണ്ണേറ് കിട്ടും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അടുത്തത് എണ്ണയ്ക്കകത്ത് കുളിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അതായത് എണ്ണയ്ക്കിൽ പൊതിഞ്ഞ് തലയിലൊക്കെ അതുപോലെ എണ്ണ കോരി ഒഴിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഇതാവുള്ളൂ. പിന്നെ ചൂടുവെള്ളത്തിൽ, ഇപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാൽ എല്ലിന് ബലം കിട്ടുള്ളൂ, എല്ലാം ഉറക്കുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞിന് ഫുഡ് കൊടുത്തു തുടങ്ങേണ്ടത് നേരത്തെ കൊടുത്തു തുടങ്ങണം. പാല് മാത്രം ആയിക്കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല കുഞ്ഞിൻ്റെ, അത് ഒരു വിഷയം. അവരെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ. എന്നാൽ ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അവർ ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. പിന്നെ വന്നു കഴിയുമ്പോഴേക്കും ഫുഡ് കൊടുത്തു തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുഞ്ഞിന് കുറച്ച് ഉപ്പ് കൂടുതലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുക. അല്ലാതെ ഇതെങ്ങനെ കുഞ്ഞുങ്ങൾ കഴിക്കും? നമ്മളാണെങ്കിൽ 1 വയസ്സാവാതെ കുഞ്ഞിന് ഉപ്പും മധുരമൊന്നും കൊടുക്കുകയില്ല എന്നുള്ളത് ഡോക്ടേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടിയ അറിവ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ അവർ സമ്മതിക്കില്ല, അവരുണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തലവേദന അവിടെ. അത് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്ക് TV അല്ലെങ്കിൽ ഫോൺ എന്നുള്ളത്. നമുക്കറിയാലോ, ഇപ്പോൾ ഒരു ആഗോള പ്രശ്നമാണിത്. TV കാണിക്കുക അല്ലെങ്കിൽ ഫുൾ ടൈം കുഞ്ഞുങ്ങളെ അവർക്ക് മൊബൈൽ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല രീതിയിലുണ്ട്. ഒന്നെങ്കിൽ അവർ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ മാറ്റി കുഞ്ഞുങ്ങൾക്ക് ടൈം പാസിന് വേണ്ടി വെച്ച് കൊടുക്കുന്നു. ചിലരാണെങ്കിൽ അവർക്ക് TV കാണാൻ വേണ്ടി ഫോൺ വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം, നമ്മുടെ തന്നെ ഫ്രണ്ടിൻ്റെ ഒരു ഫാമിലിയിലുണ്ട്. അവളുടെ ഇൻലോസ് ഇങ്ങനെ അവർക്ക് TV കാണാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കുട്ടിക്ക് മൊബൈൽ കൊടുത്തേക്കും. അപ്പോൾ കുട്ടി ഇങ്ങനെ ഫുൾ ടൈം ആ മൊബൈലിൽ ഇവർ സ്വസ്ഥമായിട്ടിരുന്ന് അവരുടെ TV കാണുന്നു. കുട്ടി അവസാനം മൊബൈലിന് അഡിക്റ്റ് ആവും. നമുക്കറിയാമല്ലോ, കണ്ണിന് പ്രോബ്ലം വന്നു, സ്പെക്സ് വയ്ക്കേണ്ടി വന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഡാമേജ് ആക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ ഡിപ്പെൻഡൻസി, അതായത് നമ്മുടെ സ്ക്രീൻ ടൈമും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ വർക്കിംഗ് മദേഴ്സാണ്, അതായത് ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മമാർ ജോലി ചെയ്യുന്നവരാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം അവർക്ക് വിട്ടിട്ട് പോവാതെ വേറെ നിവൃത്തിയില്ല. വീട്ടിലിരിക്കുന്നവരൊക്കെയാണ്, ഇപ്പം എന്നെ പോലെ വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ
കുഴപ്പമില്ല. എന്നെ പോലെ എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്നെ എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. ഒന്നിച്ച് ഇൻലോസും നമ്മൾ ഗ്രാൻഡ് പേരൻസും കൊച്ചുമക്കളുമായിട്ട് ഒന്നിച്ച് താമസിക്കുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ട് വരിക. ഒരു തരത്തിലും നമുക്ക് അവരെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരെന്തെങ്കിലും കാര്യത്തിന് വാശി പിടിക്കുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കില്ല. വേണ്ട എന്ന് വെച്ചാൽ ഇവർ ഉടനെ തന്നെ ചെന്നിട്ട് എന്താണ്, ആരാണ് എൻ്റെ കുഞ്ഞിന് തരാത്തത്, ആരാണ് മോളെ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ ആരാണ് എൻ്റെ കുഞ്ഞിനെ അടിച്ചത്, നമുക്ക് അവർക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമാണ്. പക്ഷെ അവർക്ക് ഒന്നും അറിയില്ലല്ലോ, കുഞ്ഞുങ്ങളെ നമ്മളല്ലേ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അവരിലേക്ക് കുറച്ചൊരു ചായ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ വികൃതി തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവരെ അവർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ ആ ഒരു ടൈമിൽ. അപ്പം നമ്മൾ വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ വലിയ ചലഞ്ചാണ്. കാരണം നമുക്ക് കിട്ടുന്ന സമയത്ത് കുട്ടീനെ നോക്കണോ, അതേ കുട്ടിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ചലഞ്ചസ് എല്ലാം കൂടെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് പോകണോ എന്നൊക്കെയുള്ളത് വലിയ കൺഫ്യൂഷൻ ആവും. അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ കേസാണെങ്കിൽ നമുക്ക് തനിയെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഈ പറയുന്ന പേരൻസിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാം. കാരണം നമുക്ക് ഈ രീതിയിൽ അങ്ങ് തിരുത്തിയെടുക്കാമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഗ്രാൻഡ് പേരൻസ് എല്ലാവരും ഒരുപോലെയല്ല, പ്രത്യേകിച്ച് ഇൻലോസ്. കാരണം അവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ പോലെ തന്നെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ കുട്ടികളെ വളർത്തിയത് പോലെയാണ് ഇപ്പോഴും കാര്യങ്ങൾ എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡിജിറ്റൽ വേൾഡ് ഒന്നും ആയിരുന്നില്ല. കുട്ടികളെ വളർത്തൽ വളരെ എളുപ്പമായിരുന്നു. നമുക്കറിയാമല്ലോ, അവർ എതിലെങ്കിലുമൊക്കെ നടന്ന് കളിച്ച് വളർന്നോളായിരുന്നു തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ. അത്ര വലിയ റിച്ചായിട്ടുള്ള ഫാമിലിയിലൊക്കെയുള്ള കുട്ടികൾ മാത്രമായിരിക്കും അവനവൻ്റെ വീട്ടിൽ തന്നെയൊക്കെ വളർന്നിട്ടുണ്ടാവുക. ബാക്കി എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത വീട്ടിലൊക്കെ പോയിട്ടാവും വളർന്നിട്ടുണ്ടാവുക. അപ്പം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. അവരുടെ അടുത്ത് നമുക്ക് പറയാം, അമ്മ അല്ലെങ്കിൽ അച്ഛ, എൻ്റെ മോളുടെ അല്ലെങ്കിൽ മോൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ നോക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെ പണക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം കുട്ടികൾക്ക് എപ്പോഴും ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു സാമീപ്യം ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ പ്രസൻസിൽ കുട്ടികൾ വളരുന്നത് വളരെ നല്ല കാര്യമാണ്. മൂക്ക് ചൊറിയുന്ന എനിക്ക് അലർജി ഉള്ളതായതുകൊണ്ട് അപ്പം ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു പ്രസൻസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഞാനൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ പേരൻസോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കൂട്ടാവും. പക്ഷേ ഇത് തലവേദനയാകുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അവരെ പതിയെ പറഞ്ഞ് ഞാൻ ചെയ്തോളാം എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാത്ത പക്ഷം മനസ്സിലാകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് പറഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ്, ഞാൻ ഈ വീഡിയോ ഒക്കെ എഫോർട്ട് എടുത്ത് ചെയ്യുന്നതും ഇതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ചിലരൊക്കെ നമ്മൾ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ചിലരൊക്കെ ഇതിന് നെഗറ്റീവായിട്ട് എടുക്കും. ഞാനെന്തോ എൻ്റെ വീട്ടുകാരെ മോശമാക്കാൻ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ ഒരിക്കലല്ല. നമുക്ക് ദൈവം സഹായിച്ച് വളരെ നല്ല ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മയാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അച്ഛനമ്മയാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ കുട്ടികളെ വളർത്തിക്കോട്ടെ എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. ഒരിക്കലും നമ്മൾ പറയുന്ന കാര്യത്തിൽ ഇടപെടാൻ വരില്ല. പ്രത്യേകിച്ച് ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നമ്മുടെ കുട്ടീനെ വളർത്താൻ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും ഒരു കാര്യത്തിൽ ഇടപെടാൻ വരാറില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വീട്ടുകാര്യം അല്ലെങ്കിൽ നമ്മുടെ കാര്യമല്ല പറയുന്നത്. ഇത് കുറച്ച് പേർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ട്, അവരെ കാണിച്ചു കൊടുത്തിട്ട് ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ അല്ലെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ കുട്ടികൾ എല്ലാ ദിവസവും ഗ്രാൻഡ് പേരൻസ്, ഇൻലോസ്, പ്രത്യേകിച്ച് അച്ഛൻ പോലെയോ, അതായത് അച്ഛൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ പുറത്ത് പോയിട്ട് വരുമ്പോൾ എല്ലാ ദിവസവും മിഠായി കൊണ്ടുവന്ന് കൊടുക്കുന്ന പിള്ളേരുണ്ടാവും, അല്ലെങ്കിൽ അമ്മമ്മ ഗ്രാൻഡ് മദർ ആയിക്കോട്ടെ. അപ്പോൾ അവർ എല്ലാ ദിവസവും മിഠായി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും, എല്ലാ ദിവസവും ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടാവും, എല്ലാ ദിവസവും അതിന് വേണ്ടി ചായ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. ഇതിൻ്റെ ഒന്നും പറഞ്ഞില്ല, ഈ ഷുഗർ എക്സസ് കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലുന്നതും ഇതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷഫലങ്ങളും അവരറിയുന്നില്ല, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നേ ഇല്ല. അവർ നോക്കുമ്പോൾ അവർക്ക് സ്നേഹം വാരിക്കോരി ഇങ്ങനെ പഞ്ചസാരയുടെ രൂപത്തിൽ കുഞ്ഞിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പേരൻസിൻ്റെയാണ് ചങ്കിടിക്കുന്നത്. ദൈവമേ, ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ കണ്ടു, ആ ചേച്ചി അങ്ങനെ പറയുന്നത് കണ്ടു, പക്ഷേ ഇവരിങ്ങനെ കൊടുത്തോണ്ടിരിക്കും. എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ എത്ര ശ്രമിച്ചാലും ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ഒരുപാട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് സ്ട്രിക്റ്റായിട്ട് നമുക്കൊരു നോ പറയാൻ പറ്റണം. നമുക്കറിയാം, ആസ് എ മദർ നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മമാർക്കാണ് ഇതിനകത്ത് വലിയ തലവേദന. അച്ഛന്മാർ മിക്കവാറും ഇതിനൊരു റോളും എടുക്കാറില്ല. അവർ സേഫായിട്ട് നൈസായിട്ട് സൈഡിൽ കൂടെ സ്കൂട്ടാവുകയാണ് ചെയ്യാറ്. അത് അവരുടെ പേരൻസ് ആയിക്കോട്ടെ, നമ്മൾ ലേഡീസിൻ്റെ പേരൻസ്, ആരുടെ കാര്യമാണെങ്കിലും അവർ ആരോടും ഒന്നും പറയാൻ നിൽക്കാറില്ല. കാരണം പറയുന്നവർ വളരെ ചുരുക്കം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഞാനത് തിരുത്തിക്കൊള്ളാം എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അത് എത്ര പേരുണ്ടാവും? വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് കണ്ടിട്ട് നമ്മൾ വേണം ശ്രദ്ധിക്കാനായിട്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക്
ഗ്രാൻഡ് പേരൻസിനോട് ഒരുപാട് ചായ്വായി പോകുന്നത് ചിലരുടെയെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അത് മിക്കപ്പോഴും ഈ വർക്കിംഗ് പേരൻസിൻ്റെ ഒരു പ്രോബ്ലമാണ്. വർക്കിംഗ് മദേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് ഒത്തിരി സമയം ഉണ്ടാവില്ല. രാവിലെ പെട്ടെന്ന് പോകണം, പണികളെല്ലാം തീർത്ത് പോകുമ്പോഴേക്കും കുഞ്ഞിനെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. വൈകിട്ട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ബാക്കി വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റണം. നമുക്ക് അവരെ കുറച്ചധികം നേരം കെയർ ചെയ്യാനോ അല്ലെങ്കിൽ രാവിലത്തെ ഫുഡ് കുഞ്ഞിന് കൊടുത്തിട്ട് പോകാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ടാണെങ്കിലും അവരെ കുളിപ്പിക്കുന്ന കാര്യമോ ഇതൊക്കെ നമ്മൾ തന്നെ സമയം കണ്ടെത്തി ചെയ്യുവാണെങ്കിൽ കുഞ്ഞിനോട് നമ്മളോട് കൂടുതൽ അടുപ്പം വരും. കാരണം അവരാരുടെ കൂടെ മോർ ടൈം സ്പെൻഡ് ചെയ്യുന്നു അവരോടായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. കാരണം ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അവരാരുടെ കൂടെ ഇരിക്കുന്നു, അവരോടുള്ള ഇഷ്ടം കാണിക്കുന്നു എന്ന് മാത്രം. ഉള്ളിൽ നമ്മളോട് സ്നേഹം ഇല്ല എന്നല്ല അതിനർത്ഥം. കാരണം ഒരുപാട് പേരൻസ് അങ്ങനെ വെപ്രാളപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ അതോർത്ത് ആകലപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളോട് സ്നേഹമില്ല എന്നൊന്നും അതിനർത്ഥമില്ല. കാരണം കുഞ്ഞിനറിയാം കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ളത്. വലുതാകുമ്പോൾ അവരെന്തായാലും അത് തിരിച്ചറിയും. അവർക്ക് ആ സ്നേഹം അത് സെപ്പറേറ്റ് തന്നെയാണ് നമ്മളോടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാൻഡ് പേരൻസിനെ കൊണ്ട് ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു വീഡിയോ ഒരു കോണ്ടന്റ് ആയിട്ട് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തെങ്കിലും ആശ്വാസം കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.